മുബാറക് മുഹമ്മദ് ഹാജി കാസർഗോഡ് ജില്ലയുടെ പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഇദ്ദേഹം മേനങ്കോട് അബ്ദുൽ ഖാദർ ഹാജിയുടെ മകനാണ്. 1948 സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ രംഗത്തേക്ക് ചുവടുവെച്ചു. ആലമ്പാടി നൂറുൽ ഇസ്ലാം യതീംഖാനയുടെ വളർച്ചയുടെ പിന്നിൽ മുബാറക് ഹാജിയുടെ നിസ്വാർത്ഥമായ സേവനം എന്നുമുണ്ടായിരുന്നു. 1987 മുതൽ ആലമ്പാടി സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ അമരക്കാരനായ ഇദ്ദേഹത്തിൻ്റെ 5 പതിറ്റാണ്ടിലധികം നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൽ പല സ്ഥാനമാനങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. 1957 മുതൽ 95 വരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, മെമ്പർ എന്നീ നിലകളിലും കണ്ണൂർ ജില്ലാ ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയിലും ജില്ലാ കൗൺസിലിലും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ജനങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ പിന്നിലുള്ള കരുത്ത്. ഇപ്പോൾ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റാണ് ഇദ്ദേഹം. സാദാത്തുക്കളുടെ സാന്നിധ്യം ആലമ്പാടിയിൽ. ആദ്യമായി സയ്യിദ് കുടുംബത്തിൽ നിന്ന് സമുദ്ധാരണത്തിൻ്റെ ചെങ്കോൽ വഹിക്കുന്നത് സയ്യിദ് തറവാട്ടിലെ കാരണവരായ സയ്യിദ് ഹാമിദ് തങ്ങളുടെ പുത്രൻ മുക്കലിൽ ഷെയ്ഷേഖ് തങ്ങളാണ്. വളപട്ടണത്ത് താമസിച്ചിരുന്ന അദ്ദേഹം മുസ്ലിം ഉമ്മത്തിൻ്റെ ഹൃദയതലങ്ങളിൽ ദീൻ പ്രതിഷ്ഠിക്കുന്നതിന് ജാഗരൂകനായി ഈ പ്രദേശത്തിൻ്റെ ഊടുവഴികളിലൂടെ ചെന്ന് ജനഹൃദയത്തെ ഹഠാതാകർഷിച്ചു. തദനുസൃതം അദ്ദേഹത്തിൻ്റെ പുത്രൻ കണ്ണൻ വിട പുതിയപുരയിൽ സയ്യിദ് മുഹമ്മദ് പൂക്കോയത്തങ്ങൾ ഈ പ്രദേശത്തിൻ്റെ ദീനീ ദർശനമായെത്തി. ആത്മീയ വികായസിലെ വെള്ളി വെളിച്ചമായി പ്രശോഭിച്ചു നിന്നിരുന്ന അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യ സഹജമായ രോഗത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പുത്രൻ ഷെയ്ഷേഖ് തങ്ങൾ ഇവിടെയെത്തി. പിതാവിൻ്റെ ധന്യജീവിതം കൊണ്ട് കാൽപ്പാടുകൾ പതിഞ്ഞ ആലമ്പാടി പ്രദേശത്ത് സേവനനിരതനായ അദ്ദേഹം മനോമുകുരങ്ങളിൽ മായാത്ത ഏടുകൾ സമ്മാനിച്ചു. 1992 അദ്ദേഹം നിര്യാതനായി. തലശ്ശേരി സെയ്താർ ജുമാ മസ്ജിദിൻ്റെ ചാരത്ത് മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നു. അദ്ദേഹത്തിൻ്റെ ആ കാൽപ്പാടുകൾ അനുധാവനം ചെയ്ത് ത്വരീഖത്തുകളുടെ പിന്മുറാവകാശിയായി ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബിൻ ഷെയ്ഷേഖ് തങ്ങൾ പാരമ്പര്യം നിലനിർത്തിപ്പോരുന്നു.